ന്യൂസിലൂടെ. ന്യൂസ് 18 ഗോധ ഇന്നുള്ളത് കൊല്ലത്തിന്റെ മണ്ണിലാണ്. ഞങ്ങളങ്ങ് വടക്ക് തുടങ്ങിയ പരിപാടിയാണ് ഇന്ന് വിജയകരമായി കൊല്ലം മണ്ഡലത്തിലെത്തി നിൽക്കുന്നു. ഒരുപാട് രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടന്ന മണ്ഡലം, തീരദേശവും കശുവണ്ടി മേഖലയും ഒക്കെ വിധി നിർണ്ണയിക്കുന്ന മണ്ഡലം. ഇത്തവണയും വീറുറ്റ പോരാട്ടമാണ് കൊല്ലം മണ്ഡലത്തിൽ നടക്കുന്നത്. കൊല്ലത്തെ ഏറ്റവും തലപ്പൊക്കമുണ്ടായിരുന്ന RSP നേതാവ് N. ശ്രീകണ്ഠൻ നായർ 5 തവണ പ്രതിനിധീകരിച്ച മണ്ഡലം, കേരള രൂപീകരണത്തിന് മുമ്പും ശേഷവുമായി 5 തവണ പ്രതിനിധീകരിച്ച മണ്ഡലം. ഏറ്റവും കൂടുതൽ കാലം MP ആയിരുന്നതും അദ്ദേഹം തന്നെയാണ്. പിന്നീട് ഇവിടെ 2 തവണയായി 4 തവണ LDFിലും UDFിൽ നിന്ന് MP ആയ NK പ്രേമേന്ദ്രനാണ്. 3 തവണ MP ആയ S. കൃഷ്ണകുമാർ, അതോടൊപ്പം തന്നെ 2 തവണ MP ആയ P. രാജേന്ദ്രൻ. അങ്ങനെ ഇടയ്ക്ക് പലരും മാറിയും മറിഞ്ഞും ഒക്കെ വന്നു. വലിയ വമ്പന്മാർ തുടർച്ചയായി വിജയിക്കുകയും അതോടൊപ്പം തന്നെ ശ്രീകണ്ഠൻ നായരും S. കൃഷ്ണകുമാറും അടക്കം പരാജയപ്പെടുകയും ചെയ്ത മണ്ഡലം. നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ എപ്പോഴും ചുവന്നു നിൽക്കുന്ന മണ്ഡലം. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായി എപ്പോഴും ത്രിവർണ്ണം പുതച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ RSP ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം എന്ന പ്രത്യേകത കൂടി കൊല്ലത്തിനുണ്ട്. അങ്ങനെ കൊല്ലത്താണ് ഗോധയുള്ളത്. നമുക്കറിയാം, ഗോധ എന്ന പരിപാടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംവാദ പരിപാടിയാണ്. ആരോഗ്യകരമായ സംവാദം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വിശിഷ്ടാതിഥികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുള്ള വിശിഷ്ടാതിഥികൾ നമ്മോടൊപ്പമുണ്ട്. അവരോട് അവർ ആദ്യം 3 മിനിറ്റ് അവരുടെ രാഷ്ട്രീയ നിലപാട്, അവരുടെ സ്ഥാനാർത്ഥിയുടെ മികവ്, എന്തിന് അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തും. ഈ പ്രേക്ഷകരോട് സംസാരിക്കും. അതിനുശേഷം അവരോട് വ്യക്തമായ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. നിങ്ങളാണ് ചോദ്യങ്ങൾ ചോദിക്കുകയും, കാരണം കൊല്ലത്തെ പ്രബുദ്ധരായ വോട്ടർമാരാണ് ചോദ്യങ്ങൾ ചോദിക്കുകയും മറുപടി തേടുകയും ചെയ്യേണ്ടത്. വളരെ ആരോഗ്യകരമായി തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഈ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അവരെ പ്രതിനിധിയായി എത്തിയിരിക്കുന്നത്, കഴിഞ്ഞ തവണ ഇവിടെ വിജയിച്ചത് UDF ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയായി എത്തിയിരിക്കുന്നത് KPCCയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ജെർമിയാസ് ആണ്. LDF പ്രതിനിധിയായി എത്തിയിരിക്കുന്നത് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്ത ജെറോമാണ്. NDAയുടെ പ്രതിനിധിയായി ശ്രീ S. പ്രസാദ്, അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടേക്ക് എത്തും. അദ്ദേഹം ഇതിന്റെ ചർച്ചയുടെ ഭാഗമാകുന്നു. BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. നമുക്ക് ജെർമിയാസിൽ തുടങ്ങാം. ആദ്യം 3 മിനിറ്റ് പ്രധാനമായും ദേശീയ രാഷ്ട്രീയത്തിലൂന്നി സംസാരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് കൊല്ലത്തിന്റെ പ്രാദേശിക വിഷയങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ വീറും വാശിയൊക്കെ അത് അവസാന ഘട്ടത്തിലേക്ക് മാറ്റാം. എന്തുകൊണ്ട് ഇവിടെ UDF വിജയിക്കണം? 3 മിനിറ്റ് സംസാരിക്കാം. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ NK പ്രേമചന്ദ്രൻ MP വീണ്ടും വിജയിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കുവാൻ ഇന്ത്യ മുന്നണി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഇനി ഇന്ത്യക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് തന്നെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ പ്രബുദ്ധരായ സമ്മതിദായകർക്ക് 2014-ലും 2019-ലും ശ്രീ NK പ്രേമേന്ദ്രൻ MPയെ വിജയിപ്പിച്ചതുപോലെ 2024-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ചരിത്ര വിജയം കുറിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. പാർലമെന്റിനകത്ത് ശ്രീ NK പ്രേമേന്ദ്രൻ MP രാജ്യത്തെ ഗ്രസിക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം തന്നെ, ഇന്ത്യൻ മതേതരത്വം അപകടത്തിലായ സമയത്തെല്ലാം തന്നെ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മണിപ്പൂർ സംഭവമുണ്ടായപ്പോൾ 2 തവണ മണിപ്പൂർ സന്ദർശിച്ചു. അത് പാർലമെന്റിനകത്ത് വന്ന് മണിപ്പൂരിലെ ജനങ്ങളെ അനുഭവിക്കുന്ന അവിടെ കുക്കികളും മെയ്തൈ വിഭാഗവും പരസ്പരം തമ്മിൽ കലഹിച്ചും വെടിവെച്ചും വെട്ടിയും കൊലപ്പെടുത്തിയും ആരാധനാലയങ്ങളും സ്കൂളുകളും മഠങ്ങളും അടക്കമെല്ലാം തകർക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ മണിപ്പൂരിലെ ജനങ്ങളുടെ ദീനരോധനം പാർലമെന്റിൽ ശരിയായ രീതിയിൽ വരച്ചു കാണിക്കുവാൻ ശ്രീ NK പ്രേമേന്ദ്രൻ MPക്ക് സാധിച്ചു. അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി വിജയിച്ച് കടന്നു. എന്നാൽ ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി ചെല്ലുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധിയായി ചെല്ലുന്ന കൊല്ലത്തിൻ്റെ അഭിമാനമായ, കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ ശ്രീ NK പ്രേമേന്ദ്രൻ MP ഇത്തവണ 2024 ജൂൺ മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലേറുമ്പോൾ ആ ഗവൺമെന്റിലെ ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അതുകൊണ്ട് നമുക്ക് കൊല്ലത്തിന് മികച്ച പാർലമെന്റേറിയനെ ക്യാബിനറ്റ് മന്ത്രിയായി ലഭിക്കുവാൻ പോവുകയാണ്. അദ്ദേഹത്തെ മികച്ച പാർലമെന്റേറിയനായി തിരഞ്ഞെടുത്തത് നമുക്കറിയാം. മുരളി മനോഹർ ജോഷി, BJPയുടെ നേതാവായിരുന്ന ശ്രീ മുരളി മനോഹർ ജോഷി, അതുപോലെ തന്നെ ശ്രീ സീതാറാം യെച്ചൂരി, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള CPMന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കന്മാരടങ്ങുന്ന ഒരു സമിതിയാണ് ശ്രീ NK പ്രേമേന്ദ്രൻ MPയെ
ബെസ്റ്റ് പാർലമെന്റേറിയൻ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് അദ്ദേഹത്തിൻ്റെ തലപ്പാവിൽ ഒരു പൊൻകിരീടമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മികച്ച പാർലമെന്ററി പ്രവർത്തനത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് ബെസ്റ്റ് പാർലമെന്റേറിയൻ അംഗീകാരം എന്നുള്ളത്. അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ എണ്ണിയാലൊടുങ്ങാത്തതാണ്. പാർലമെന്റിനകത്ത് എത്രയോ ഇടപെടലുകൾ, ശക്തമായ വാദഗതികൾ, ഇന്ത്യൻ മതേതരത്വം അപകടത്തിലാകുമ്പോൾ, ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാം തന്നെ വീറുറ്റ പോരാട്ടം നടത്തി രാജ്യത്തിന് മാതൃകയായ നേതാവാണ്. സാധാരണക്കാരായ തൊഴിലാളികൾ അവരുടെ ESI ആനുകൂല്യം 152 ദിവസം ഹാജരുണ്ടെങ്കിലേ ESI ആനുകൂല്യം ലഭിക്കൂ എന്ന സാഹചര്യമുണ്ടായപ്പോൾ പാർലമെന്റിനകത്ത് വിശ്രമരഹിതമായി അദ്ദേഹം നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തിന്റെ വിജയമാണ് 82 ഹാജരുണ്ടായാലും ESI ആനുകൂല്യം ലഭിക്കുമെന്ന സാഹചര്യത്തിലേക്ക്, 62 ഹാജരുണ്ടായാലും ESI ആനുകൂല്യം ലഭിക്കുമെന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. PF പെൻഷൻ, തൊഴിലാളികളുടെ PF ആനുകൂല്യം, അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ശ്രീ NK പ്രേമചന്ദ്രൻ MPയെ കുറിച്ച് ഈ ചർച്ചയിൽ പറയുവാനുണ്ട്. ചർച്ച തുടരുന്ന അവസരത്തിൽ എല്ലാം. ശരി, ചിന്ത. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു തെറ്റുതിരുത്തൽ നടത്താനായുള്ള തീരുമാനം എടുത്ത് വരുന്നതാണ് കാണാൻ കഴിയുന്നത്. കാരണം പാഴായിപ്പോയ 10 വർഷങ്ങൾ, അതിന് പരിഹാരമായി കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ MLA, വികസന നായകൻ സഖാവ് M മുകേഷിനെ കൊല്ലം പാർലമെന്റിന്റെ ആകെ ജനപ്രതിനിധിയാക്കി മാറ്റി കൊല്ലം MP ആക്കി മാറ്റണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഓരോ സ്വീകരണ സ്ഥലങ്ങളിലേക്കും സഖാവ് M മുകേഷ് ചെല്ലുന്ന ഘട്ടത്തിൽ ഓരോ മനുഷ്യരും സ്നേഹവാത്സല്യങ്ങളോടുകൂടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടി വരികയും അദ്ദേഹം നാളിതുവരെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസനത്തിനുള്ള അംഗീകാരമായി അദ്ദേഹത്തിന് ലഭിച്ച ഈ സ്ഥാനാർത്ഥിത്വത്തെ നോക്കിക്കാണുകയും അതിന്റെ ഭാഗമായി അദ്ദേഹം MP ആയി വിജയിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരികയും ചെയ്യുന്ന അനുഭവം ഞങ്ങൾക്ക് മുമ്പിലുണ്ട്. നമുക്കൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായി പറയാൻ കഴിയുന്നത്, കൊല്ലത്ത് തൊട്ട് കാണിക്കാൻ കഴിയുന്ന ഒരു വികസനവും കൊല്ലം പാർലമെന്റിൽ ശ്രീ നിലവിലത്തെ UDF സ്ഥാനാർത്ഥി, നിലവിലത്തെ MP ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു വികസന രേഖ അദ്ദേഹം വളരെ വൈകിയാണ്, തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോഴാണ് അദ്ദേഹം വികസന രേഖ പുറത്തിറക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് അത്ഭുതവും ആശങ്കയും, എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നു എന്നും തോന്നും. കാരണം നാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തന്റേതാണ് എന്ന് പറയുന്ന നിലയിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു. അങ്ങനെ അധപ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അച്ചൻകോവിൽ ഒരു ബാങ്ക് അനുവദിച്ചതുപോലും അത് ഞമ്മടേതാണ് എന്ന് പറയുന്ന വിധത്തിലേക്ക് ശ്രീ NK പ്രേമചന്ദ്രൻ മാറിയിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചിത്രമെടുത്തിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ അത് ഞാൻ കൊണ്ടുവന്നതാണ്, അത് കൊല്ലം വരേ ഉള്ളൂ, കൊല്ലത്തിന്റെ അതിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടിക്കുന്നിൽ പറയുന്നു ഇത് എന്റേതാണെന്ന്. എന്താ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു വികസനത്തെ എങ്ങനെയാണ് കൃത്യമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ബോധ്യമില്ലാതെ എല്ലാ പദ്ധതികളും തന്റേതാണ് എന്ന് വെറുതെ അങ്ങ് പ്രചരിപ്പിക്കുന്ന ഒരു രീതി കൊല്ലത്തിന്റെ നിലവിലത്തെ MP സ്വീകരിച്ചു വരികയാണ്. അതോടൊപ്പം വല്ലാത്ത PR വർക്ക് അദ്ദേഹം ചെയ്യുന്നു. ആ PR വർക്ക് തനിക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ PR ഏജന്റായി കൊല്ലത്തിന്റെ MP ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും എന്നൊക്കെ ഇവിടെ ബഹുമാനായ ശ്രീ ജർമിയാസ് സൂചിപ്പിച്ചു. നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി അടുത്ത പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞ ശ്രീ NK പ്രേമചന്ദ്രൻ കേന്ദ്രമന്ത്രിയാകുമ്പോൾ അദ്ദേഹം ആർക്കൊപ്പമായിരിക്കും എന്നുള്ള ഒരു സംശയം കൂടി കൊല്ലത്തെ വോട്ടർമാർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സംശയം തീർച്ചയായും വോട്ടർമാർ പ്രേമചന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മോദി സ്തുതി, ബൈപ്പാസ് ഉദ്ഘാടനത്തിന് മോദിയെ കൊണ്ടുവരുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ വിരുന്ന് സൽക്കാരത്തിനൊപ്പം പോകുന്നു, നിർമ്മല സീതാരാമനെ കൊല്ലത്ത് കൊണ്ടുവന്നിട്ട് പറയുന്നു നിങ്ങളായിരിക്കും ഭാവി പ്രധാനമന്ത്രി. BJP-ക്കാർ പോലും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നാൽ മോദി ആയിരിക്കുമെന്ന. അപ്പോൾ നിർമ്മല സീതാരാമൻ ആകണമെങ്കിൽ എത്ര നാൾ ഇനിയും BJP കേന്ദ്രം ഭരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉറങ്ങുകയാണ് ശ്രീ പ്രേമചന്ദ്രൻ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് പണ്ടേ നമ്മൾ മനസ്സിലാക്കിയതാണ്. എല്ലായിടത്തും അദ്ദേഹം ഒന്ന് കറങ്ങും. കാരണം അദ്ദേഹത്തിന് അധികാരം വേണം. അധികാരമുള്ളിടത്ത് അധികാരമില്ലാതെ അദ്ദേഹം ഇരിക്കത്തേയില്ല. ചവറയിൽ ഷിബു ബേബി ജോണിനോട് തോറ്റു കഴിഞ്ഞപ്പോഴാണ്, അയ്യോ അധികാരമില്ലാതെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് സർക്കാർ വണ്ടി വേണം, സർക്കാർ കാറ് വേണം. ഉടൻ തന്നെ ഒരു പാർട്ടിയെ തന്നെ മറ്റൊരു പക്ഷത്തേക്ക് കൊണ്ടുപോകുന്ന നിലയിലേക്കുള്ള അധികാരമോഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നിൽക്കുന്ന പ്രേമചന്ദ്രൻ, വികസന മുരടിപ്പ് കൊല്ലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രേമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ പരാജയം സുനിശ്ചിതമാണ്. വികസന നായകൻ സഖാവ് എം മുകേഷ് വിജയത്തിലേക്ക് നടന്നു കയറും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മറുപടി ഉണ്ടോ യെർമിയാസ്? മറുപടി വികസനം കൊല്ലത്ത് കൊണ്ടുവരാത്ത എം പി ആണ്, പബ്ലിസിറ്റി മാത്രം ആഗ്രഹിക്കുന്ന എം പി ആണ്, രാഷ്ട്രീയ മാറ്റം നടത്തിയ എം പി ആണ്, മോദിയുടെ PR വർക്ക് ഏറ്റെടുക്കുന്ന എം പി ആണ്. 2014 തെരഞ്ഞെടുപ്പിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ശ്രീ NK പ്രേമചന്ദ്രൻ MP മത്സരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കുണ്ട്രയിലെ സിറ്റിംഗ് MLA-യുമായ MA ബേബി ആയിരുന്നു. ഈ 2024 ശ്രീ NK പ്രേമചന്ദ്രൻ MPയോട് മത്സരിക്കുന്നത് കൊല്ലത്തെ സിറ്റിംഗ് MLA ആയ ശ്രീ M മുകേഷാണ്. യാതൊരു സംശയവും വേണ്ട, 2014 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ സഖാവ് MA ബേബി MLA ആയി വീണ്ടും കുണ്ട്രയിലേക്കും ശ്രീ NK പ്രേമചന്ദ്രൻ MP ആയി പാർലമെന്റിലേക്കും പോയി. ഈ 2024 തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തിന്റെ MLA ആയ M മുകേഷ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വീണ്ടും കൊല്ലത്തിന്റെ MLA ആയി നിയമസഭയിലേക്കും ശ്രീ NK പ്രേമചന്ദ്രൻ MP പാർലമെന്റിലേക്കും പോകും. അത് കാരണം അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, അത്ഭുതാവഹമായ 11,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ ജനപ്രിയനായ MP ആണ് ശ്രീ NK പ്രേമചന്ദ്രൻ MP. കൊല്ലത്തിന്റെ ഹൃദയഭാഗത്തുള്ള റെയിൽവേ സ്റ്റേഷൻ, അത് കൊല്ലം പട്ടണത്തിന്റെ, കൊല്ലം ജില്ലയുടെ സമഗ്രമായ വികസനത്തിന് വഴി തുറക്കുന്ന ഏറ്റവും വലിയ വികസന, രാജ്യാന്തര വിമാനത്താവളത്തിന്റെ മാതൃകയിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഒരു വികസന കുതിപ്പിലാണ്. ആ റെയിൽവേ സ്റ്റേഷന്റെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 ആകുമ്പോഴത്തേക്കും രാജ്യാന്തര നിലവാരത്തിലുള്ള നമ്മുടെ എയർപോർട്ടിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന കർമ്മം നടക്കും. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ അതിർത്തിയായ കടമ്പാട്ടുകോണത്ത് നിന്ന് തിരുമംഗലത്തേക്ക് ഗ്രീൻഫീൽഡ് ഹൈവേ അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. അദ്ദേഹം അത് യാഥാർത്ഥ്യമാക്കുന്നതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പാരിപ്പള്ളിയിൽ ESI മെഡിക്കൽ കോളേജ് ശ്രീ NK പ്രേമചന്ദ്രൻ MPയുടെ വിശ്രമരഹിതമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ESI മെഡിക്കൽ കോളേജ് പാരിപ്പള്ളിയിൽ സ്ഥാപിച്ചതും അതുപോലെ തന്നെ തൊഴിലാളികളുടെ മക്കൾക്ക് അവിടെ MBBS-ന് പഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും അദ്ദേഹം. പിന്നെ ഒരു കാര്യം കൂടെ, ശ്രീ NK പ്രേമചന്ദ്രൻ MP അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ RSPയുടെ വിദ്യാർത്ഥി സംഘടനയായ PSU-യിലൂടെ കടന്നു വന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പറായി, ജില്ലാ കൗൺസിൽ മെമ്പറായി, ജില്ലാ പഞ്ചായത്ത് അംഗമായി, അദ്ദേഹം ചവറയിൽ നിന്ന് ജനപ്രതിനിധിയായി. ഇത്രയും കാലവും LDF-നൊപ്പം നിൽക്കുകയായിരുന്നു. അപ്പോൾ LDF-കാർ അന്ന് പ്രസംഗിച്ചത് രാജ്യം കണ്ട ഏറ്റവും വലിയ മതേതരവാദി, മികച്ച നിയമസഭാ സാമാജികൻ ശ്രീ NK പ്രേമചന്ദ്രൻ MP വിജയിപ്പിക്കണമെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അദ്ദേഹം കോൺഗ്രസിനൊപ്പം, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം വന്നപ്പോൾ അദ്ദേഹത്തെ സംഖ്യയാണെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ സംഖ്യകളോടൊപ്പം കൂട്ടുകൂടുന്നത് CPM ആണ്. പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ CPM-ന്റെ പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയുടെ അനുസ്മരണ സമ്മേളനം ഉണ്ടായിട്ട് പോലും ആ ചടങ്ങ് ഒരു CPM-ന്റെ മുഖ്യമന്ത്രിയും മാറ്റിവെക്കില്ല. CPM-ന്റെ ഏറ്റവും അനിഷേധ്യനായ നേതാവിന്റെ അനുസ്മരണ ചടങ്ങിൽ പോലും പങ്കെടുക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കുവാൻ വേണ്ടി തിരക്കിട്ട് പോയ ശ്രീ പിണറായി വിജയന്റെ പാർട്ടിക്കാർക്ക് കോൺഗ്രസിനെ, UDF-നെ, CPM BJP അവിശുദ്ധ ബന്ധത്തിന്റെ പേരിൽ ഒരു കണിക പോലും ആക്ഷേപിക്കുവാനുള്ള അവകാശം. വൈകി നമ്മുടെ രീതി ഒരു 3 മിനിറ്റ്. കൊല്ലത്തെ പാർലമെന്റ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ പ്രസക്തി, എന്തിനും BJPക്ക് വോട്ട് ചെയ്യണം കൊല്ലത്തെ വോട്ടർമാർ? എന്റെ മറുപടി, എന്തിന് BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നയാ പൈസയുടെ പോലും അഴിമതിയില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി, നിങ്ങൾക്കറിയാം, സാധാരണക്കാരായ ജനത്തിന്റെ അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള കുടിവെള്ളം, ശൗചാലയങ്ങൾ, വീടുകൾ, വൈദ്യുതി തുടങ്ങി എല്ലാ ഗ്യാസ് കണക്ഷൻ അടക്കം സൗജന്യമായി കൊടുത്തുകൊണ്ട്
സാധാരണക്കാരന് അത്താണിയായി മാറിയിട്ടുള്ള ഗവൺമെന്റ്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാർ, ഈ രാജ്യം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് 56,000 കോടി രൂപയാണ് കേരളത്തിൽ ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ മാത്രം 2,696 കോടി രൂപയാണ് ദേശീയപാതയുടെ 6 വരി പാതയുടെ വികസനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ, ഈ രാജ്യത്തെ 508 റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ വിമാനത്താവളത്തിന് തത്തുല്യമായ നിലയിൽ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി 382 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നു. നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു വിഭാഗം ഒരു തലത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ട അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ വമ്പൻ വികസന പ്രവർത്തനങ്ങൾ ഇവരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് വോട്ട് ചെയ്യണം. നരേന്ദ്രമോദി ഗ്യാരണ്ടി കൊടുക്കുകയാണ്, മോദിയുടെ ഗ്യാരണ്ടി. 20 വർഷക്കാലം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി, 10 വർഷക്കാലം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദി. അതേസമയം നമുക്കെതിരെ ഇപ്പൊ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചയാള്, തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ ജനപിന്തുണ ആർജിച്ച നേതാവാണ് കൃഷ്ണകുമാർ. അദ്ദേഹം കൊല്ലം ജില്ലയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ചെയ്ത ഒരു ചെറിയ സംഭാവന നിങ്ങൾക്കറിയാം. കൊല്ലം ജില്ലയുടെ തീരദേശ മേഖല, ഇതടക്കം തീരദേശ പ്രദേശമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുമ്പ് 11 വീടുകൾ തകർന്നു വീണു ഒരേ സമയം കടലാക്രമണത്തിൽ. ഒരു MPയും തിരിഞ്ഞു നോക്കിയില്ല, ഒരു MLAയും തിരിഞ്ഞു നോക്കിയില്ല. അവിടെ കടന്നു ചെന്നുകൊണ്ട് ആ സാധാരണക്കാരന്റെ വിഷമം മനസ്സിലാക്കി. അവിടെ പറഞ്ഞു, കേന്ദ്ര സംഘത്തെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തുമെന്ന് പറഞ്ഞു. അദ്ദേഹം വാക്കുപാലിച്ചു. 24 മണിക്കൂറിനകം കേന്ദ്ര സംഘം അവിടെ എത്തി. നിങ്ങൾ ആലോചിക്കണം, ഈ 2 മുന്നണികളും കേരളം വിട്ടാൽ അവരൊന്നാണ്. INDA മുന്നണി, അവർക്ക് എന്ത് പ്രസക്തിയാണ്? ഇവർ രണ്ടുപേരും പറയുന്നത് പ്രേമചന്ദ്രൻ ഇടതുപക്ഷക്കാലത്ത് സംഖ്യയായിരുന്നു, വലതുപക്ഷക്കാലത്ത് സംഖ്യയായിരുന്നു. ഞങ്ങൾ പറയുന്നു, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇവര് ഈ രാജ്യത്ത് ഒരേ മുന്നണിയായി മത്സരിക്കുന്നു. ഇവിടെ മത്സരം ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള INDA മുന്നണി, മറുഭാഗത്ത് BJP കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ വൻപിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുവാനായ രാഷ്ട്രീയ സാഹചര്യം, ഭരണ നേട്ടങ്ങൾ, മറുവശത്ത് ഇടതുപക്ഷത്തിന്റെ 8 വർഷത്തിന്റെ ഭരണം. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് ഒരു പത്രസമ്മേളനം കണ്ടു. ഇവിടെ യുവജന കമ്മീഷയുടെ മുൻ അധ്യക്ഷ DYFയുടെ നേതാവ് ഉണ്ടായിരുന്നു. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ കഴിഞ്ഞ 62 ദിവസമായി ചെറുപ്പക്കാരുടെ സമ്മേളനം, PSCയുടെ പോലീസ് റാങ്ക് കോൺസ്റ്റബിൾമാരുടെ സമരം, ശയനപ്രദർശനം നടത്തുന്നു, മുട്ടിലിഴയുന്നു. എന്താണ്? അവരുടെ 2 എഴുത്തു പരീക്ഷ അവർ കഴിഞ്ഞു, ഫിസിക്കൽ പരീക്ഷ അവർ പാസ്സായി, അവരുടെ കാലാവധി, അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുക. കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. കോടതി ഇടപെട്ട് ഒരു ഇടക്കാല ഉത്തരവുണ്ടായി. ഒരു ഭരണാധികാരിയെയും കണ്ടില്ലല്ലോ, ഒരു യുവജന നേതാവിനെയും അവിടെ കണ്ടില്ലല്ലോ, ഒരു മുഖ്യമന്ത്രിയെയും അവിടെ കണ്ടില്ലല്ലോ, ഒരു വിദ്യാഭ്യാസ മന്ത്രിയെയും കണ്ടില്ല. കേരളത്തിലെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം, കേരളത്തിലെ പൊതുസമൂഹം തൊഴിലിന് വേണ്ടി മുട്ടിലിഴയുന്ന കാഴ്ചയിലേക്ക് നമ്മളെ കേരളത്തെ കൊണ്ടെത്തിച്ച ഈ 2 മുന്നണികളും ഉത്തരവാദിയാണ്. ഇതിനെതിരെ ചരിത്രപരമായ ഒരു വിധിയെഴുത്ത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശരി. ചിന്തിക്ക് പെട്ടെന്ന് മറുപടി പറയുകയാണെങ്കിൽ അതിനുശേഷം ചോദ്യത്തിലേക്ക്. അല്ല, രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഇവിടെ ഇപ്പം ഏറ്റവും അവസാനമായി Goda, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ BJPയുടെ നേതാവിനാണ് ചോദിക്കുന്നത്. ചിന്തയോട് ചോദിക്കുന്നില്ല, കാരണം ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാ, ചോദിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയിൽ 46 സ്ഥലത്ത് മത്സരിക്കുന്ന അവർക്ക് ഇന്ത്യൻ പാർലമെന്റിൽ അവർക്കൊരു സാധ്യതയോ ഒന്നുമില്ല. എനിക്ക് BJPയോട് ചോദിക്കാനുള്ളത്, അങ്ങ് ഇപ്പോൾ ഒരുപാട് കിടന്ന് സംസാരിച്ചു തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, താങ്കൾ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറയുമ്പോൾ പ്രധാനമന്ത്രി 2 കോടി ജനങ്ങൾക്ക് പ്രതിവർഷം
പ്രതിവർഷം 2 കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ജില്ലയിൽ ആർക്കും ഈ കഴിഞ്ഞ 5 വർഷമായി കേന്ദ്ര ഗവൺമെൻറ് ഒരു ജോലി കിട്ടിയതോ മെമ്മോ വന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ഇലക്ഷൻ 2019 താങ്കളുടെ പ്രധാനമന്ത്രിയും BJPയും പറഞ്ഞു ഓരോരുത്തരുടെ അക്കൗണ്ടിലും 15 ലക്ഷം രൂപ വരെ വരുമെന്ന്. താങ്കളുടെ അഭിപ്രായത്തിൽ താങ്കൾക്കോ താങ്കളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലോ കിട്ടിയെന്ന് താങ്കളൊന്ന് പറഞ്ഞാൽ കൊള്ളാം. CPM-ന്റെ ആളുകൾ ഇവിടെ നിന്ന് സംസാരിക്കൊണ്ട് വീണ്ടും പറയുന്നു CPM-ന് ഇരട്ട നേതാക്കളാണ്. കേരളത്തിൽ പിണറായി വിജയനും കേരളത്തിനപ്പുറം തമിഴ്നാട്ടിലോട്ട് നീങ്ങിയാൽ അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് കുറ്റം പറയേണ്ട. നിങ്ങളെ യെച്ചൂരി പോലും കാര്യം വന്ന് ആലോചിക്കുന്നത് ഇന്ത്യയുടെ വീരപുത്രൻ രാഹുൽ ഗാന്ധിയാണ്. ചോദ്യം ഇവിടെ BJPയുടെ പ്രതിനിധി ചോദ്യം തൊഴിലുമായി ബന്ധപ്പെട്ടാണ്. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ 2 കോടി പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തോ? നിങ്ങൾക്കറിയാം എല്ലാ വർഷവും അല്ല, എനിക്ക് അതിന് മറുപടി പറയാനുള്ള അവസരം കൂടെ കഴിഞ്ഞ 3 പേർക്ക് അവസരം തരാം. ഒരു 2004-14 കാലഘട്ടം UPA ഗവൺമെന്റ് ആയിരുന്നു. 2014-24 കാലഘട്ടം നമുക്ക് നോക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ തൊഴിലവസരം, എന്റെ കൃത്യമായ കണക്ക് ഞാൻ എന്റെ കൈവശം ഉണ്ടായിരുന്നു, വാഹനത്തിലായി പോയി. അപ്പൊ ലക്ഷക്കണക്കിന് പേർക്ക്, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകും. ഇന്ന് ലോകത്ത് 5ാമത്തെ സാമ്പത്തിക ശക്തിയായി. നിങ്ങൾ ചിന്തിക്കണം, 8ാമത് സാമ്പത്തിക ശക്തിയായിരുന്നു ഭാരതം. ആ ബ്രിട്ടനെ പിന്തള്ളിക്കൊണ്ട് ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ദേശീയ ശരാശരിയുടെ കണക്കെടുക്കുന്ന സമയത്ത് 3.4% കേന്ദ്ര സർക്കാരിന്റെ ശരാശരി. അത് ഇവിടെ സംസ്ഥാനത്ത് നോക്കുന്ന സമയത്ത് 8 മുതൽ 10% വരെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മയുടെ നിരക്ക് കേന്ദ്രം നോക്കുന്ന സമയത്ത് വളരെ കുറവും സംസ്ഥാന തലത്തിൽ അത് വളരെ കൂടുതലാണ്. നിങ്ങൾ ഈ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞു 2014 മുമ്പ് ഈ രാജ്യം നിങ്ങളാണ് ഭരിച്ചത്. ഈ രാജ്യം ഭൂരിഭാഗം കാലഘട്ടവും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഭരിച്ചത്. ഈ ഭാരതത്തെ കഴിഞ്ഞ 2004 മുതൽ 14 വരെയുള്ള 10 വർഷക്കാലം നോക്കുന്ന സമയത്ത് ആകാശവും ഭൂമിയും പാതാളവും കട്ടുമുടിച്ച ഒരു ഗവൺമെന്റ്, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ്. അവിടെ നിന്നാണ് ഈ 10 വർഷം ഐതിഹാസികമായ ഒരു കുതിപ്പിലോടുകൂടി ഭാരതം വന്നു നിൽക്കുന്നത്. നിങ്ങൾ റെയിൽവേയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നിങ്ങൾ കടന്നു ചെല്ല്. ആ റെയിൽവേ സ്റ്റേഷനിലെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റം വന്ന് ആർക്കും മൂക്ക് പൊത്താതെ കടന്നു പോകാവുന്ന നിലയിലേക്ക് ഭാരതത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ മാറുന്നു. നിങ്ങൾക്ക് വികസനം കാണുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിൽ മഞ്ഞയാണ്. ഒരു ദശാബ്ദ കാലത്തെ 2004 മുതൽ 2014 വരെയുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ UPA ഗവൺമെന്റ് ആണ് ഈ രാജ്യത്ത്. UPA ഗവൺമെന്റ് ആണ് ഒരു ദശാബ്ദ കാലത്തെ ഭരണം കൊണ്ട് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിയത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ്. ഭക്ഷ്യസുരക്ഷാ നിയമം, ഈ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ചപ്പോൾ 26 കോടി ജനങ്ങളുടെ ദാരിദ്ര്യം തുടച്ചു മാറ്റി. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ 60 കോടി ജനങ്ങൾ ഇന്ന് റേഷൻ കടകളിൽ നിന്ന് റേഷൻ സാധനം കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുപോലെ തന്നെ 84% തൊഴിലില്ലായ്മ. മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് 34 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ 84% തൊഴിലില്ലാതെ നമ്മുടെ രാജ്യത്ത് അലയുന്നു. നരേന്ദ്രമോദി വിദേശത്ത് പോയി നോട്ട് നിരോധനത്തിന് മുമ്പ് US ക്രെഡിറ്റ് കാർഡ് കമ്പനിക്ക് ഇന്ത്യയിൽ കോടികൾ സമ്പാദിക്കുവാനുള്ള കരാർ ആദ്യമായിട്ട് ഉറപ്പിച്ചിട്ടാണ് നോട്ട് നിരോധനം നടത്തിയത്. അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൊടുത്ത കമ്പനിക്ക് നിരോധിച്ച മരുന്ന് രാജ്യത്തുടനീളം വിതരണം ചെയ്യുവാനുള്ള അവസരം കൊടുത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആ പ്രധാനമന്ത്രിയെ ഇന്ത്യ രാജ്യത്ത് നിന്ന് പുറത്താക്കി ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കുവാൻ വരുന്ന കോൺഗ്രസിനെ എതിർക്കുന്ന CPM യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെ എതിർക്കുമ്പോൾ, കേരള അതിർത്തി പിന്നിട്ട് തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ CPM-ന്റെ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ
രാഹുൽ ഗാന്ധിയുടെയും MK സ്റ്റാലിന്റെയും പടം വെച്ചാണ് അവിടെ വോട്ട് പിടിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞു, അങ്ങ് ദയവ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് വരരുത്, ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി അങ്ങ് വരരുത്, രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് ഞങ്ങൾ വോട്ട് പിടിക്കാം എന്നാണ് പറയുന്നത്. അവിടെ കൊടുക്കാം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന ഇവിടെ ഒരു പരാമർശം ഉണ്ടായി. അപ്പം അതിനൊരു കൃത്യമായ മറുപടി പറയണമല്ലോ. ഇടതുപക്ഷം തിളയ്ക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഈ നാട്ടിലെ കർഷകർക്കും ഈ നാട്ടിലെ തൊഴിലാളികൾക്കും പാവങ്ങൾക്കും വേണ്ടിയാണ്. അതിന്റെ ഏറ്റവും വലിയ മറുപടിയാണ് ശ്രീ ജെർമിയാസ് തന്നെ ഇവിടെ പറഞ്ഞ 2 പദ്ധതികൾ, തൊഴിലുറപ്പ് പദ്ധതിയും അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷയും. ഇതെല്ലാം നടപ്പിലാക്കിയത് 1ാം UPA ആണ്. ആ സമയത്ത് ആ 1ാം UPAക്ക് പിന്തുണ നൽകിയിരുന്നത് ഇടതുപക്ഷമായിരുന്നു. ഇടതുപക്ഷ ബ്ലോക്ക് പാർലമെന്റിൽ ശക്തമായിരുന്ന ഘട്ടത്തിലാണ് നമ്മുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഇതെല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ള ബോധ്യം വരണം. എന്നാൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചതിന് ശേഷം UPA ഗവൺമെന്റിനുണ്ടായ അവസ്ഥ എന്താണ്? 3G സ്പെക്ട്രം പോലെയുള്ള വലിയ അഴിമതികളിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന അവസ്ഥ കൂടി മനസ്സിലാക്കണം. ആ വലിയ അഴിമതിയിലേക്ക് എത്തിയ അവസ്ഥ, ആ ഒരു രീതിയിലേക്ക് കോൺഗ്രസ് മാറിയത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, ശ്രീ നരസിംഹറാവു ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. കൊല്ലത്തൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, കൊല്ലത്തെ തൊഴിലാളികൾ അഭിമാനത്തോടുകൂടി ഏറ്റെടുത്ത സ്ഥാപനം പാർവതി മിൽ. അത് ഏത് കാലത്താണ് അടച്ചുപൂട്ടിയത്? ആ അടച്ചുപൂട്ടിയ സമയമെന്ന് പറയുന്നത് അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത്, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് UPA ഗവൺമെന്റ് ആണെന്നുള്ളതും, അന്ന് മെയിന്റനൻസിന് വേണ്ടി അടച്ചത് പിന്നീട് തുറക്കാതെ കൊല്ലത്തിന്റെ MP ശ്രീ NK പ്രേമചന്ദ്രൻ ഒരു ചെറുവിരൽ അനക്കാതെ അവിടെ നാനോ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു, ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എന്ത് വികസനമാണ് കൊല്ലത്തിന്റെ MP ഇതുവരെ നടത്തിയിട്ടുള്ളത്? BJPയോടും ഉണ്ട് കോൺഗ്രസിനോടും ഉണ്ട്. ചോദ്യം BJPയുടെ ആൾ ഇവിടെ പറഞ്ഞല്ലോ, രാജ്യം 5ാമത്തെ സാമ്പത്തിക ശക്തിയായെന്ന്. എങ്ങനെ രാജ്യം 5ാമത്തെ സാമ്പത്തിക ശക്തിയായി? അദാനിക്കും അംബാനിക്കും മാത്രം കോർപ്പറേറ്റ് മൊത്തം എഴുതി കൊടുത്തായി. അല്ലെങ്കിൽ നിങ്ങൾ ലോക പട്ടിണി സൂചികയും ലോക ദാരിദ്ര്യ സൂചികയും നോക്കിക്കോ, അതിനകത്ത് ഇന്ത്യ എത്രാം സ്ഥാനത്താണുള്ളത്? അവസാനത്താണ് എത്തിയത്. എന്തുകൊണ്ടെത്തി? 112ാമത്തെ സ്ഥാനത്തെത്തി. അപ്പോൾ അത് നിങ്ങൾ കോർപ്പറേറ്റ് വൽക്കരിച്ചിട്ടാണ്. നിങ്ങൾ മറ്റൊരു കാര്യം പറഞ്ഞ് ജോലി ഏറ്റവും കൂടുതൽ കൊടുത്തെന്ന്. ഇന്നും ഇന്ത്യൻ റെയിൽവേയിൽ എത്രമാത്രം വേക്കൻസികൾ ഒഴിഞ്ഞിടക്കുന്നുണ്ട്? എത്രമാത്രം? നിങ്ങൾ ഏതെങ്കിലും ഒരു വേക്കൻസി നിർത്തിയിട്ടുണ്ടോ? നേരത്തെ ഇവിടെ കോൺഗ്രസ്സുകാരൻ പറഞ്ഞു അത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ MP കൊണ്ടുവന്നതാണ്. ഇപ്പൊ BJPക്കാരൻ പറയുന്നു അവർ കോർപ്പറേറ്റ് വൽക്കരിച്ചതിന്റെ ഭാഗമായിട്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വന്നതാണ്. അതിൽ നമ്മൾ എന്ത് വിശ്വസിക്കും? അതേ കണക്ക് തന്നെ 10,000 കോടിയുടെ വികസനം നടത്തി എന്ന് പറഞ്ഞു. കൊല്ലത്തൊരു ESI മെഡിക്കൽ കോളേജ്, ESI സ്പെഷ്യാലിറ്റി കോളേജ് ആശുപത്രി ഉണ്ട്, അറിയാവോ? സാധാരണ തൊഴിലാളികൾ വന്ന് സൗജന്യമായി മരുന്ന് മേടിച്ചുകൊണ്ട് വന്ന ESI സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതിന് എങ്ങനെ സ്പെഷ്യാലിറ്റി എന്ന് വിളിക്കും? അവിടെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാനിങ്, പിന്നെ സ്കാനിങ് ഒന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അത് നടപ്പിലാക്കാത്തത്? ദിവസങ്ങളോളം പട്ടിണി കിടന്ന് അവസാനം ഒരു കഷ്ണം ബ്രെഡ് മോഷ്ടിച്ചതിന്റെ പേരിൽ ഒരു ആദിവാസി യുവാവായിട്ടുള്ള മധുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ നാടാണ് കേരളം. ആ കേസിലെ പ്രതികളാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ, അവിടുത്തെ CPMന്റെ നേതാക്കന്മാർ. അവർക്ക് എന്ത് അവകാശമുണ്ട് പട്ടിണിയെ കുറിച്ച് പറയുവാൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്നു കേരളത്തിലെ ഒരു ആദിവാസി യുവാവ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ബ്രെഡ് മോഷ്ടിച്ചതിന് പേരിൽ കെട്ടിയിട്ട് അതിക്രൂരമായ കൊലപ്പെടുത്തിയ നാടാണ് കേരളം. അവിടെയാണ് ആ കേസിലെ പ്രതികളാരാണ്? ഇടതുപക്ഷ പശ്ചാത്തലമുള്ള CPM പശ്ചാത്തലമുള്ളവരാണ് ആ കേസിലെ പ്രതികളെന്ന് ഞാൻ തെളിയിച്ചു തരാം. താങ്കൾ പറയുന്നത് കേരളത്തിലെ പട്ടിണിയെ കുറിച്ച് പറഞ്ഞതാ. അത് താങ്കൾ പിൻവലിക്കണം. മധുവിന്റെ കൊലപാതകം നമ്മളെല്ലാം അങ്ങേയറ്റം വേദനയോടുകൂടി കാണുന്ന ഒരു കാര്യം. അതെങ്ങനെ ഇടതുപക്ഷത്തിന്റെ ചുമലിൽ വെക്കാൻ കഴിയും? ഡിവൈഎഫ്ഐയുടെ സുഹൃത്ത് ചോദിച്ചത് പട്ടിണിയെ കുറിച്ചാണ്. കേരളത്തിലെ ഒരു പട്ടിണി മരണത്തെ കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. താങ്കൾ ഇവിടെ പറഞ്ഞതിൽ നിന്നും അത് പിൻവലിക്കണം. അത് പിൻവലിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. അങ്ങനെ ഒരു പിൻവലിപ്പൊന്നുമില്ല. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിൽ ഉറച്ചില്ല. അല്ല, എന്ത് ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ്? ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനയിൽപ്പെട്ടവരാണ് അതിൽ ആര്? പേര് പറയൂ. ഏത് സംഘടനയെന്ന് പറയൂ. ഇന്നേ വരെ ജനാധിപത്യ കേരളത്തിൽ ആരും പറഞ്ഞിട്ടില്ലാത്ത പച്ച നുണ പറഞ്ഞ വാക്ക് പറഞ്ഞു വന്നിങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ്. അതെങ്ങനെ ശരിയാവും? കേരളത്തിനകത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ഈ പ്രസ്താവന.
ഒരു ബോധപൂർവമായ പ്രസ്താവനയല്ല. നടന്ന സംഭവങ്ങൾ നിങ്ങൾ അന്ന് വന്ന പത്രമാധ്യമങ്ങൾ അടക്കം പരിശോധിച്ചാൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് നിങ്ങൾക്കുണ്ടാവും. പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും. പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാൽ മധുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിറങ്ങിയ പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇല്ല, താങ്കൾ പറഞ്ഞത് എന്ത് ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ്? പത്രമാധ്യമങ്ങളുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ. അത് ഏത് പത്രമാധ്യമം? ഇവിടെ ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കില്ലേ ഏത് പത്രമാധ്യമം? എവിടുന്ന് നിങ്ങൾ എന്ത് കൊല്ലത്തിന്റെ സമഗ്രമായ വികസനം നിങ്ങൾ ചർച്ച ചെയ്യും. കൊല്ലത്തിന്റെ എം പി ആണ്, കൊല്ലത്തിന്റെ നിരവധി വർഷം എം പി ആണ് ഇവിടെ LDF സ്ഥാനാർത്ഥി, നിലവിലുള്ള MLA ആണ് LDF സ്ഥാനാർത്ഥി. നിങ്ങൾ കൊല്ലത്തിന്റെ സമഗ്രമായ വികസനം അടിസ്ഥാനത്തിലാണ്. എന്ത് ഫാക്ടാണ് ഒരു കൊലപാതകം ഞങ്ങളുടെ ചുമരിലേക്ക് വെക്കുമ്പോൾ അത് എന്ത് ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് വസ്തുതയാണ് താങ്കൾക്കുള്ളത്? അത് താങ്കൾ പറയണ്ടേ? CPM തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യും, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യും. നിങ്ങളെ കൊല്ലത്ത് നിങ്ങൾ INDA മുന്നണി എന്നുള്ള നിലയിൽ നിങ്ങൾ പോകാതെ നിങ്ങളെ കൊല്ലത്തൊരു മാറ്റം വരണം, കൊല്ലത്തെ ഭരണത്തെ കുറിച്ച് ഒരു മാറ്റം വരണം. നിങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. മാറിപ്പോയതാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം പറഞ്ഞ് മാറിപ്പോയതാ, പേര് മാറിപ്പോയതാ. അല്ല, സിദ്ധാർത്ഥന്റെ കൊലപാതകം തൊട്ട് മുമ്പിലുണ്ട്. സിദ്ധാർത്ഥന്റെ കൊലപാതകം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ രണ്ടു കൂട്ടരും വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ്. നിങ്ങൾ ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കണമോ എന്ന ചോദ്യം ഉയരുന്ന ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ BJPയും CPM-ഉം ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുമെന്നും ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് യാതൊരു പ്രസക്തിയില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുവാൻ, ഈ ചർച്ച പരാജയപ്പെടുത്തുവാൻ CPM-ഉം BJPയും ശ്രമിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു മുകേഷ് ഇവിടെ വികസന നായകനാന്ന്. കൊല്ലത്ത് എന്ത് വികസനമാണെന്ന് ഒരു 5 എണ്ണം ചൂണ്ടിക്കാണിക്കോ. മാഡത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ചിൽഡ്രൻസ് പാർക്ക് നോക്കേ, അവിടെ തുരുമ്പടിച്ച കസേര ഏതല്ല പിള്ളേർക്ക് അപകടം വരെ പറ്റുന്നു. പിന്നെ കല്ലുപാലം 16 മീറ്റർ നീളമുള്ള കല്ലുപാലം 4 വർഷം കൊണ്ടാണ് പണിഞ്ഞത്. എന്ത് വികസനമാണ് ശ്രീ മുകേഷ് നടത്തിയത്? ഞാൻ 5 കാര്യം ചോദിച്ചു. ഞാനൊരു 10 കാര്യം പറയാം. 1, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി. 2, ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയം. 3, കൊല്ലം ജില്ലാ ആശുപത്രിക്ക് 144 കോടിയുടെ വികസനം, അവിടുത്തെ ഡയാലിസിസ് യൂണിറ്റ്, കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിന്റെ വികസനം, കൊല്ലത്തെ പാലങ്ങൾ, പോർട്ടിനകത്ത് പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള അവിടെ പോർട്ടിലേക്ക് വരുന്ന വഴിയിലേക്കുള്ള റോഡ്, അവിടുത്തെ വികസനങ്ങൾ ഓരോന്നും തൊട്ട് കാണിക്കാം. സഖാവ് M. മുകേഷ് തന്നെ പറഞ്ഞു, നിങ്ങളെ ഞാൻ കൂടെ കൊണ്ടുപോകാം, എന്റെ വാഹനത്തിൽ ഞാൻ പെട്രോൾ അടിച്ച് ഞാൻ ഭക്ഷണം മേടിച്ചു തന്നു കൊണ്ടുപോകാം. പറയാനല്ല, ASI എന്ന് പറയുകയല്ല, ഇതൊക്കെ എന്റേതാണെന്ന് വെറുതെ ഒരു ലീഫ്ലെറ്റ് അടിച്ചിറക്കുമല്ല, തൊട്ട് കാണിക്കാമെന്നാണ് പറഞ്ഞത്. അത് തൊട്ട് കാണിക്കാൻ ഇപ്പോൾ MLA കൊല്ലത്തിന്റെ MLA സഖാവ് M. മുകേഷ് ചെയ്തിട്ടുള്ള 1000 വികസനം, 1748 കോടിയുടെ വികസനത്തിലെ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾക്ക് നേരിട്ടറിയാം, ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വികസനം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ MP ആക്കി മാറ്റും. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് കൊല്ലത്തിന്റെ MLA ആയി സ്വന്തം ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൽ 100% പരാജയപ്പെട്ട M. മുകേഷ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും കുറവ് വോട്ട് നേടുന്നത് കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ നിന്നായിരിക്കും. കാരണം അവർ MLA എന്ന നിലയിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. NK പ്രേമേന്ദ്രൻ MP നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തൊട്ട് കാണിച്ചുകൊണ്ട് ഇത് മുകേഷിന്റേതാണെന്ന് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പറയുകയാണ്. ഇത് ഗൗളി ഉത്തരം താങ്ങിയതുപോലെയാണ്. പ്രാദേശികമായി ഇവിടെ ഉയർന്നു വന്ന ചോദ്യത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് 5 വികസനം മുകേഷ് MLA നടത്തിയത് പറയണമെന്ന് പറഞ്ഞു. എണ്ണിയാൽ ഒടുങ്ങാത്ത വികസനങ്ങളുണ്ട്. അത് ഞാൻ വളരെ കൃത്യമായി ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞു, ശ്രീ NK പ്രേമചന്ദ്രൻ ചെയ്യുന്ന കാര്യങ്ങളാണ് മുകേഷ് ഏറ്റെടുക്കുന്നത്. അതാരാ ഏറ്റെടുക്കുന്നതെന്നൊക്കെ ജനങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തോട് വളരെ വിനയത്തോടു കൂടി ഒരു ചോദ്യം ചോദിക്കുന്നു. കയ്യിലിരിക്കുന്ന ആ ബുക്ക്ലെറ്റ് അദ്ദേഹത്തിന് ശ്രീ NK പ്രേമചന്ദ്രൻ അടിച്ചിറക്കിയ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. അതിനകത്തൊന്നും അദ്ദേഹം ചെയ്തിട്ടുള്ള വികസനമല്ല, അല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ഒരു 5 വികസനം
ഏതൊക്കെയാണെന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിലേക്ക് അദ്ദേഹം ആ കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് പറയുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ചോദിച്ചൊരു ചോദ്യം, കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലത്തെ ജനങ്ങൾക്കറിയാം, കൊല്ലത്തെ വോട്ടർമാർക്കറിയാം, കൊല്ലത്ത് മുകേഷ് ഇത്രയും കാലം ചെയ്തിട്ടുള്ള ഓരോ വികസനവും നമുക്ക് മുമ്പിൽ അതൊരു തൊട്ട് കാണിക്കാൻ കഴിയുന്നതായി നിലനിൽക്കുകയാണ്. അല്ലാതെ വെറുതെ വാചക കസരത്ത് നടത്തി പോകുന്ന കാര്യങ്ങളല്ല, ഓരോന്നും നമുക്ക് തൊട്ട് കാണിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ആ സാംസ്കാരിക സമുച്ചയം തന്നെ ഒന്ന് പോക്കൂ, ആശ്രാമം വരെ വരൂ, ആശ്രാമത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം നോക്കൂ, അവിടെ നടന്നിട്ടുള്ള വികസനം നോക്കൂ. അങ്ങനെ ഓരോ മേഖലയിലും ഞങ്ങൾക്ക് കൃത്യമായി പറയാനുണ്ട്. ബസ് സ്റ്റേഷന്റെ വികസനം, ബസ് സ്റ്റേഷന്റെ കാര്യത്തിനകത്ത് ചേട്ടാ ഞാനൊന്ന് പറയട്ടെ, അല്ല, ചോദ്യങ്ങൾ ചോദിക്കാം. രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. നിങ്ങൾ അതിനെ തടസ്സം ചെയ്യരുത്. കാരണം ഇന്ത്യയിലെ ചേട്ടൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു. ഞങ്ങൾ നടത്തിയ വികസനം മുഴുവൻ ഞാൻ ഇവിടെ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം മറ്റ് ചില 1-2 വികസന പ്രവർത്തനങ്ങൾ മുകേഷ് MLA ആരംഭിച്ചു. അദ്ദേഹം 2.5 വർഷമാണ് ആയിരിക്കുന്നത്. 5 വർഷത്തെ മാസ്റ്റർ പ്ലാൻ വെച്ചുകൊണ്ട് പോയതാണ്. ചേട്ടൻ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. ഉപതെരഞ്ഞെടുപ്പിൽ വരുന്ന ഞങ്ങളുടെ പുതിയ MLA അത് പൂർത്തീകരിച്ച് കൊല്ലത്തെ ജനങ്ങൾക്ക് നൽകിയിരിക്കും. Goda, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Goda, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ 2014 അധികാരത്തിലേറിയ BJP സർക്കാർ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. അന്ന് തന്നെ നേരത്തെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രവർത്തകൻ ചോദിച്ച പോലെ 15 ലക്ഷം രൂപ വരെ അക്കൗണ്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. ഈ രാജ്യത്തെ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് 10,000-കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത നരേന്ദ്രമോദിയാണ് ഈ രാജ്യം ഭരിക്കാൻ വന്നത്. കൂടെ ബൽക്കീസ് ജാനു കേസിനകത്ത് പ്രതിയായിട്ടുള്ള അമിത്ഷായും ഇവർ വന്ന് രാജ്യത്തെ മതപരമായി ചേർത്ത് നിർത്തിയ കോൺഗ്രസിന്റെ മതേതരത്വം നശിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് നിങ്ങളിപ്പോ CAAയും NRCയും കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെയുള്ള വിമാനത്താവളങ്ങൾ നിങ്ങൾ സ്വകാര്യവൽക്കരിച്ച് അദാനിക്കും അംബാനിക്കും തീരെഴുതി കൊടുത്തു. നിങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളും വിറ്റു. എന്നിട്ട് ഇവിടെ 84% വരുന്ന യുവാക്കൾക്ക് തൊഴിലില്ലാതെ ചെറുപ്പക്കാരെ മുഴുവൻ പട്ടിണിയിലാക്കി. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് വീമ്പിളക്കുകയാണ്. ഈ സ്ഥിതിക്കെതിരെയുള്ള മാറ്റം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നില്ല. വരാൻ പോകുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണമുന്നണിയായിരിക്കും. CPM ഇതിനോട് ചോദിക്കാനുള്ളത് ഇവിടെ സാധാരണക്കാരൻ കേരളത്തിൽ കിടന്ന് കരയുകയാണ്. ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. നേരത്തെ പല ചർച്ചകൾ സൂചിപ്പിച്ച പോലെ വെള്ളക്കരവും വീട്ടുകരവും വസ്തുക്കരവും അതുപോലെ തന്നെ കറണ്ട് ബില്ലും അതുപോലെ തന്നെ ബസ് ചാർജും ഓട്ടോ ചാർജും പച്ചക്കറി സാധനങ്ങൾക്ക് അടക്കമുള്ള മുഴുവൻ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചുകൊണ്ട് സിദ്ധാർത്ഥനടക്കമുള്ള ഒരു വിദ്യാർത്ഥിയെ നിങ്ങൾ കൂട്ടമായി കൊലപ്പെടുത്തി. അങ്ങ് TP ചന്ദ്രശേഖരനെ പറയണ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്ന ഇവിടെ പ്രേമചന്ദ്രൻ LDFിൽ വന്ന് മാറിയപ്പോ കാലുവാരി മാറിയപ്പോ പരമാറി എന്ന് വിളിച്ചു. MA ബേബി 50,000 വോട്ടിന് തോറ്റു. രണ്ടാമത് സംഖ്യ എന്ന് വിളിച്ചു. KN ബാലഗോപാൽ തോറ്റു. വീണ്ടും ഇവർ സംഖ്യയാക്കാൻ ശ്രമിക്കുക. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പാർലമെന്റിൽ 10 വർഷക്കാലം 2118 ചോദ്യങ്ങളാണ് NK പ്രേമേന്ദ്രൻ പറയട്ടെ 815 സബ്മിഷൻ അവതരിപ്പിച്ചു. പ്രിയപ്പെട്ട മുകേഷ്, ഹിന്ദി സംസാരിക്കാൻ പോലും അറിയാത്ത മുകേഷ് പാർലമെന്റിൽ പോയാൽ എന്ത് സംസാരിക്കും? ഒന്നുകൊണ്ട് നിയമസഭയ്ക്കകത്ത് ഈ കഴിഞ്ഞ 8 വർഷക്കാലമായി മുണ്ടുരിഞ്ഞു പോയിട്ട് മുണ്ടുടുക്കാൻ പോലും നിയമസഭയിൽ മുകേഷ് എഴുന്നേറ്റ് നിന്നിട്ടില്ല. അങ്ങനെയുള്ള മുകേഷാണോ പാർലമെന്റിൽ പോകേണ്ടത്? ശരി അതിന് മറുപടി പറയണമല്ലോ. മറുപടി ഇപ്പൊ നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ചായിരുന്നു മുകേഷിന് ഹിന്ദി സംസാരിക്കാൻ അറിയില്ലെന്ന്. കഴിഞ്ഞ 5 വർഷക്കാലം ആലത്തൂരിൽ നിന്നും ഒരു MP നിങ്ങൾ അയച്ചായിരുന്നു നാടൻ പാട്ടും പാട്ടിക്കൊണ്ട്.
നാടൻ പാട്ടും പാടിക്കൊണ്ട് ഒരു MP പോയായിരുന്നു. പക്ഷെ ആ MP ഹിന്ദി പഠിച്ചോ അതോ അവിടെ പോയി നാടൻ പാട്ട് പാടിയാണോ ചെയ്തത്? രമ്യ ഹരിദാസ് കോഴിക്കോട് മലയാളം പോലെ ഹിന്ദി സംസാരിക്കും. ഇവിടെ സൂചിപ്പിച്ചു പെട്രോളിയത്തിന്റെ വില, പെട്രോളും ഇവിടെ ഒരു ചാനലിന്റെ ഇന്റർവ്യൂല് പ്രേമേന്ദ്രൻ പറയുകയുണ്ടായി, ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണ് എന്നെ വേട്ടയാടുന്നത്, മുസ്ലിം നാമധാരിയായിട്ടുള്ള ഈ റിയാസിനെ വേട്ടയാടുന്നില്ല. ഇതെല്ലാം ഒരു RSSന്റെ നെറേറ്റീവ് അല്ലേ? ഇത് കൃത്യമായിട്ട് പ്രേമേന്ദ്രൻ അറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ? ഈ കൊല്ലം പ്രബുദ്ധരായിട്ടുള്ള മതേതരത്വം ഉറങ്ങിക്കിടക്കുന്ന മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ഇവിടെ നേരത്തെ മുള്ളാൻ പോയപ്പം മുണ്ടുമടക്കി പുതിയ കഥയൊക്കെ പറയുന്നത് കേട്ടു. എന്താണ് ഖാർഗെയുടെ നിലപാട്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്താണ് ഹസന്റെ നിലപാട്? CAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട്. നിങ്ങൾ അധികാരത്തിൽ വന്ന CA നടപ്പിലാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. രാത്രിയിൽ ആലോചിച്ചിട്ട് ഞാൻ മറുപടി പറയട്ടെ. ആരോട് ആലോചിക്കുന്നത്? പെട്രോള് ആലോചിക്കുന്നത് അല്ല ഞാൻ പറയാം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ മറുപടി പറയണമെന്ന് അദ്ദേഹം ചോദിച്ചത് എന്നോടാണ്. പെട്രോളിന്റെ വിലയെ കുറിച്ച് ചോദിച്ചു. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു സംസ്ഥാനം ആന്ധ്രയാണ്. രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ നിങ്ങൾ പെട്രോളിന്റെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലുള്ളതിനും 20 രൂപയിൽ കുറവാണ് മറ്റു സംസ്ഥാനങ്ങളിൽ കിട്ടുന്നത്. കേരളത്തിൽ പെട്രോളിന്റെ ടാക്സ് കൂടുതലായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പെട്രോളിന്റെ വില നിലവാരത്തെ കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ ഗൂഗിൾ ഉണ്ട്. നിങ്ങൾ മഹാരാഷ്ട്രയുടെ വിലയും നോക്ക്, ഗുജറാത്തിന്റെ വിലയും നോക്ക്. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ ചോദിച്ചു ഗുജറാത്തിലെ വംശീയ കലാപങ്ങളെ കുറിച്ച് ഒരു മറുപടി പറയട്ടെ. അല്ല, ഗുജറാത്തിലെ വംശീയ കലാപങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. ആ സുഹൃത്തിനോട് ഞാൻ പറയാം, ആ സുഹൃത്ത് അന്വേഷിക്കേ. ഗുജറാത്തിൽ 17 നിയമസഭാ മണ്ഡലങ്ങൾ ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രദേശമുണ്ട്. 60%-ലധികം 17 നിയമസഭാ മണ്ഡലങ്ങൾ ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഗുജറാത്തിലെ 17 നിയമസഭാ മണ്ഡലങ്ങളിൽ 15 ജയിക്കുന്നത് എന്റെ പ്രിയ സുഹൃത്തെ BJP ആണ്. ആ നരേന്ദ്രമോദിയാണ് നിങ്ങൾ വർഗീയവാദിയാക്കാൻ പരിശ്രമിക്കുന്നത്. പെട്രോളിന്റെ ശ്രീ NK പ്രേമേന്ദ്രൻ MPയെ കുറിച്ച് വളരെ ശ്രീ NK പ്രേമേന്ദ്രൻ MPയെ കുറിച്ച് ഒരു അടിസ്ഥാനരഹിതമായ ചോദ്യം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. ഈ ശ്രീ NK പ്രേമേന്ദ്രൻ MPക്ക് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുപോലെ തന്നെ മതേതരത്വത്തിനു വേണ്ടി നിലനിൽക്കുന്ന നേതാവാണ് ശ്രീ NK പ്രേമേന്ദ്രൻ MP. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഏറ്റവും ശക്തമായി പാർലമെന്റിനകത്ത് വാദിച്ച നേതാവാണ്. മണിപ്പൂരിൽ അവിടെ കലാപമുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പോയി, അതിനുശേഷം പ്രേമേന്ദ്രൻ MP പോയി. മണിപ്പൂരിന് വേണ്ടി എത്രയോ പരിപാടികൾ നമ്മുടെ കേരളത്തിൽ ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമാധാന റാലികൾ നടന്നു. ശ്രീ പ്രേമേന്ദ്രൻ MPയുടെ നേതൃത്വത്തിൽ. നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കരുത്. ഇത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുന്ന മതേതരത്വത്തിന്റെ ഏറ്റവും ശക്തനായ പ്രതീകമായ നമ്മുടെ കൊല്ലത്ത് നിന്ന് പോയി രാഹുൽ ഗാന്ധി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയാകേണ്ട ശ്രീ NK പ്രേമേന്ദ്രൻ MPയെ നിങ്ങൾ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. ഏറ്റവും ശക്തനായ പാർലമെന്റേറിയൻ അവാർഡ് കൊടുത്തത് നിങ്ങൾ സംഘടനകളിൽ പോയി സംസാരിക്കുന്ന ആളാണ് പ്രേമേന്ദ്രൻ. ആ പ്രേമേന്ദ്രന്റെ അനുകൂല സംഘടനകളിൽ പരസ്യമായി പോയി സംവദിക്കുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇദ്ദേഹം ഹമാസ് അനുകൂല സംഘടനകൾ എന്നാ പറഞ്ഞത്. ഹമാസ് അല്ല. ഹമാസ് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികളാ. ഹമാസ് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികളാ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് ഞങ്ങൾക്ക് ഹമാസ് നല്ല സംഘടന തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇദ്ദേഹം ആദ്യം മുതൽ ഇവിടെ വർഗീയത കൊണ്ടുവരിക.
മധുവിന്റെ കാര്യം കൊണ്ടുവന്ന് നാളെ തിരുമുല്ലവാരത്തിന്റെ പേര് മാറ്റണമെന്ന് പറയത്തില്ലേ? അതാണ്. നാളെ ഈ അദ്ദേഹം തിരുമുല്ലവാരത്തിന്റെ പേര് അദ്ദേഹം പറയും. മാറ്റണം നിങ്ങൾ ഒന്നായല്ലോ, നിങ്ങൾ രണ്ടും ഒന്നാണല്ലോ, എപ്പോഴും ഒന്നാണല്ലോ, സ്വാഭാവികമായി ചിന്ത സപ്പോർട്ട് ചെയ്യണമല്ലോ. ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് ആരാ? സ്വാമിയല്ലേ? അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ആരാ? നരേന്ദ്രമോദി അല്ലേ? ഇവിടെ പോയി മതേതരത്വം പറഞ്ഞ ഉടനെ ഇവിടെ പോയി. ഇവർ രണ്ടുപേരും മറുപടി പറഞ്ഞു. എനിക്ക് ആ ചോദിച്ച അല്ല നമുക്ക് ചർച്ച അവസാനിക്കാൻ പോവുക. ഞങ്ങൾക്ക് പ്രേമേന്ദ്രൻ എംപിയുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചതിന് മറുപടി പറയണം. വളരെ വസ്തുതാരഹിതമായ ഒരു കക്ഷി രാഷ്ട്രീയ പ്രേരിതമായ ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വന്നു. അതിന് മറുപടി പറയാനുള്ള സാവകാശം എനിക്ക് നൽകണം. അതെ ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, ഇവിടെ സുഹൃത്ത് കൂട്ടിച്ചേർത്ത അമാസ് പിൻവലിക്കണം. അമാസ് പ്രേമേന്ദ്രനെയോ? പറയും. അല്ല, ആദ്യം ഇവിടെ എന്റെ അടുത്ത് ചോദ്യം ഉന്നയിച്ച സുഹൃത്ത് കേരളത്തിലെ പല കരങ്ങളും വർദ്ധിപ്പിച്ചതിനെ കുറിച്ചെല്ലാം സൂചിപ്പിച്ചു. അദ്ദേഹം എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പൊതു അന്തരീക്ഷം എന്താണെന്ന് മനസ്സിലാക്കാതെ ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം നിങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ വടകരയിൽ അപമാനിച്ചവരാണ്. ആ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി നൽകിയിട്ടുള്ള ഏക സംസ്ഥാനത്തിന്റെ പേര് നമ്മുടെ കേരളമാണ്. ആ മുദ്രാവാക്യം എല്ലാവരും കേട്ടതാണ്. വടകരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശൈല ടീച്ചറിനെതിരെ നടന്ന പ്രകടനത്തിനകത്ത് നോക്കൂ, നിങ്ങൾ ആ പാവപ്പെട്ട വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലുറപ്പ് സ്ത്രീകളെ അപമാനിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് പറയുന്നത് കേരളത്തിനകത്ത് ഇതാണ് അവസ്ഥയെന്ന്. ആ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ഏക സംസ്ഥാനം നമ്മുടെ കേരളമാണ്. മറുപടി മാത്രം ഞാൻ പറയുകയാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞു, മറുപടി എനിക്ക് പറയണം. തൊഴിലുറപ്പെന്ന് പറയാനേ CPM തൊഴിലുറപ്പ് എന്ന് പറയുന്നല്ലോ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ്, കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. CPM-ന് ഒരു ബന്ധമില്ല. CPM പുറത്തുനിന്ന് പിന്തുണ പിൻവലിച്ചു പോയി. ഒന്നാം UPA ഗവൺമെന്റിന്റെ വെളിയിൽ നിന്ന് പിന്തുണച്ചിട്ട് 5 വർഷം തികയുന്നതിന് മുമ്പേ നിങ്ങൾ പുറത്തുപോയി. അല്ല, അടുത്ത ചോദ്യത്തിന് മറുപടി പറയണം. നിങ്ങൾ CPM-ന്റെ സംഭാവനയാ. അതെ, CPM-ന്റെ സംഭാവനയാ. ശരിയാ. എനിക്ക് മറുപടി പറഞ്ഞിട്ടേ പോകാൻ പറ്റൂ. പല്ലി ഉത്തരം താങ്ങിയെന്ന് പറയത്തില്ലേ, അതുപോലെയുള്ളൂ CPM-ന് ഇന്ത്യൻ പൊളിറ്റിക്സ്. പല്ലി ഉത്തരം താങ്ങിയതുപോലെ CPM-ന്റെ സംഭാവന. പറഞ്ഞേ പറ്റൂ. ഈ ചർച്ചയുടെ തുടക്കത്തില് ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞിരുന്നു, റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ MP പോയി നിന്ന് ഫോട്ടോ എടുക്കുകയും ഈ കൊല്ലത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷ് പോയി നിന്ന് ഫോട്ടോ എടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞു. ഓക്കെ, അങ്ങനാണെങ്കിൽ പ്രേമേന്ദ്രൻ കൊല്ലത്തിന്റെ MP നരേന്ദ്രമോദിക്ക് ഒരു PR വർക്കായിട്ട് വർക്ക് ചെയ്യുന്നെന്നും നമ്മുടെ ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞു. ഓക്കെ, അങ്ങനാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടുത്തെ കൊല്ലത്തിന്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒന്നായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഈ നമ്മുടെ MP പ്രവർത്തിച്ച് അതിന് മുന്നോടിയായിട്ട് നിന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ MLA ആണോ, കൊല്ലത്തിന്റെ MLA ആണോ അതിനുവേണ്ടി പ്രവർത്തിച്ചത്? ഒരു കാര്യം കൂടി, ഈ മോദി സർക്കാരിന് വേണ്ടി, കേന്ദ്ര സർക്കാരിന് വേണ്ടി എയർപോർട്ട് പോലെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് പോലെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ ദാരുണമായ മരണത്തെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. വളരെ പൈശാചികമായിട്ടാണ് ചെറുപ്പക്കാരൻ ജീവൻ എനിക്ക് സിദ്ധാർത്ഥിന്റെ വിഷയത്തിൽ ഇവിടെ ഉന്നയിച്ച തെറ്റായ പ്രചരണത്തിന് മറുപടി പറയാം. അല്ല, അത് പൂർണ്ണമായി എനിക്ക് പറയണം. നിങ്ങൾ ഒരു മിനിറ്റ് മറ്റുള്ളവർക്ക് സമയം കൊടുക്കുന്നില്ല. എനിക്ക് ആ കാര്യത്തിൽ വ്യക്തമായി ആ വിഷയത്തിനകത്ത് ഞങ്ങൾ നിരുപാധികം ആ കുടുംബത്തിനൊപ്പമാണ്. ആ സംഭവിച്ച വിഷയത്തിനകത്ത് മുഴുവൻ പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വിവിധ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ടാകാം.
ഒരാൾക്കും നേരെ ഒരു പിന്തുണയും ഞങ്ങൾ കൊടുക്കുന്നില്ല. CBI അന്വേഷണം വരെ നടത്താമെന്ന് സമ്മതിച്ചുകൊണ്ട് അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ കേരളത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം വെറുതെ SFI എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല. മറിച്ച് നിങ്ങളൊരു സംഘർഷത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. സിദ്ധാർത്ഥന്റെ മരണം കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തെ കുറിച്ച് സിദ്ധാർത്ഥൻ ഹോസ്റ്റലിൽ നിന്ന് അമ്മയോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകണം അമ്മ എന്ന് പറഞ്ഞു സിദ്ധാർത്ഥന്റെ ദാരുണമായ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്തിന് ചോദിക്കാനുള്ളത്? ഞങ്ങൾ ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളാ പറഞ്ഞത്. പൗരത്വ ഭേദഗതി നിയമം, അതുപോലെ തന്നെ ചിന്താ ജെറോമിന് കഴിവില്ലാത്തത് കൊണ്ടാണോ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് ഇങ്ങനെ ബഹളം വെപ്പിക്കുന്നത്? കൊല്ലം MPയുടെ വികസന പ്രവർത്തനങ്ങൾ, വിമാനത്താവളം, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം പോലെ, അതുപോലെ തന്നെ പുനലൂർ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ, കൊല്ലം പുനലൂർ ചെങ്കോട്ട വൈദ്യുതീകരണം, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര വിമാനത്താവളം പോലെ വികസിപ്പിക്കുന്നു എന്നാ പറഞ്ഞത് പ്രേമേന്ദ്രൻ MP. കൊല്ലം ഇടമൺ പുനരുദ്ധാരണ പദ്ധതിക്ക് അംഗീകാരം, ഗ്രീൻഫീൽഡ് ഹൈവേ 2808 കോടി രൂപയ്ക്ക്, ഗ്രാമീണ റോഡുകൾ 40 കോടിക്ക്, ദേശീയപാത NH66 രാജ്യാന്തര നിലവാരത്തിലേക്ക്, കൊല്ലത്ത് സ്പീഡ് പോസ്റ്റ് ഇനി തിരുവനന്തപുരത്ത് പോണ്ട, ടെലികോം രംഗത്ത് വൻ മുന്നേറ്റം, ESI സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും പാരിപ്പള്ളിയിൽ ESI മെഡിക്കൽ കോളേജും, തൊഴിലാളികളുടെ മക്കൾക്ക് MBBS പഠിക്കാൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അവസരം, ശുദ്ധജല വിതരണത്തിന് ശക്തമായ ഇടപെടലുകൾ, തൊഴിൽ മേഖലയിൽ വൻ നേട്ടം, തുറമുഖത്ത് പ്രതീക്ഷയുടെ സൈറൻ. കേന്ദ്ര അതെ നിങ്ങളുടെ സമയം കുറിച്ച് തരണം, കാരണം മൊത്തം പറഞ്ഞു തീരണം. ഒരു ദിവസം മൊത്തം പറഞ്ഞാലും NK പ്രേമേന്ദ്രൻ MPയുടെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു തീരാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും MP ചെയർമാനായ പദ്ധതികളും കേന്ദ്രാവിഷ്കൃത പദ്ധതി കൊല്ലം MPയുടെ പ്രാദേശിക വികസന ഫണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം MP ഫണ്ട് വിനിയോഗിച്ച MP ശ്രീ NK പ്രേമേന്ദ്രൻ MP ആണ്. അതുകൊണ്ടാണ് മികച്ച പാർലമെന്റേറിയൻ അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് പാർലമെന്റേറിയൻ ഓഫ് ദ ഇയർ എന്ന അവാർഡ് NK പ്രേമേന്ദ്രൻ MPക്ക് കിട്ടിയത് രാജ്യത്തെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ ആയതുകൊണ്ട്. ഞങ്ങൾക്ക് പ്രധാനമായും പറയാനുള്ളത്, ഈ സംസ്ഥാനം 2 മുന്നണികളും കൂടെ ഭരിച്ചു. ഇവിടെ വികസനം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സംസ്ഥാനത്ത് ഒരു MPയും ഒരു MLAയും ഇല്ലാഞ്ഞിട്ട് പോലും സമാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിന് വേണ്ടി ചെയ്തത്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ കൊല്ലത്തിന്റെ സമഗ്രമായ വികസനം, കൊല്ലത്തിന്റെ പരമ്പരാഗതമായ വികസനങ്ങൾ, കയർ മേഖലയാകട്ടെ, കശുവണ്ടി മേഖലയാകട്ടെ, അങ്ങനെ പരമ്പരാഗതമായ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി കൊല്ലത്തിന്റെ പ്രൗഢി വീണ്ടെടുത്തുകൊണ്ട് തനതായ രീതിയിലുള്ള വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് കൊല്ലത്തിന്റെ മുഖച്ഛായ മാറ്റുവാൻ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം തയ്യാറാകും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അല്ല, ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വസ്തുതാ വിരുദ്ധമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വസ്തുതാ വിരുദ്ധമാണ്. ഏറ്റവും പ്രധാനമായി ESI മെഡിക്കൽ കോളേജിലെ തൊഴിലാളികളുടെ മക്കൾക്കുള്ള നിയമനത്തെക്കുറിച്ച് അതിൽ MP ഇടപെട്ടു എന്ന് പറഞ്ഞു. അതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മുമ്പിലുള്ളതാണ്. CITU കേസിന് പോയിട്ടാണ് ആ വിധി സമ്പാദിച്ചിട്ടുള്ളത്. അത് തെറ്റായിട്ടുള്ള ആരോപണമാണ് പ്രിയപ്പെട്ട ശ്രീ ജെർമിയാസ് UDFന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഞങ്ങൾ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിനൊപ്പമാണ്. ആ കേസ് CBIക്ക് വിടണം എന്ന് പറഞ്ഞവരാണ്. ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിലും ആ ആളുകളെ പുറത്താക്കാൻ SFI എന്ന വിദ്യാർത്ഥി സംഘടന തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഈ കൊല്ലത്തൊരു വോട്ടർമാരുണ്ട്, 2 വോട്ടർമാരുണ്ട്. ആ വോട്ടർമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയിലെ ധീരജിനോടൊപ്പം കുത്തുകൊണ്ട നിഖിൽ പൈലി കുത്തിയ 2
രക്ഷിതാക്കൾ ഈ കൊല്ലം മണ്ഡലത്തിൽ തന്നെയുണ്ട്. അവർ മനസ്സിലാക്കും. നിഖിൽ ബൈലിയെ കൊണ്ടുവന്ന് ഇലക്ഷന് ക്യാമ്പയിൻ നടത്തുകയും ഞങ്ങളുടെ കുട്ടിയെന്ന് ശ്രീ കെ സുധാകരൻ പറയുകയും ചെയ്യുമ്പോൾ കൊലപാതകികളെ സംരക്ഷിക്കുന്നത് UDF മാത്രമാണ്. ധീരജിനെ കൊലപ്പെടുത്തിയ KSU പ്രവർത്തകരെ സംരക്ഷിക്കുന്നത് UDF ആണ് എന്നുള്ള കാര്യം ഈ നാട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഉന്നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സമാധാനപരമായ രീതിയിലേക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഈ കൊല്ലത്തെ മുഴുവൻ വോട്ടർമാർക്കും ന്യൂസ് 8ന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. Goda, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ